MS അനീഷ് കുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, അല്പസമയം മുൻപ് സമരച്ചൂടറിഞ്ഞ മന്ത്രിയെ നമ്മൾ കണ്ടതാണ്. അത്രമാത്രം വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു. എന്തായാലും ഇപ്പോൾ കടുവയെ, നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലും എന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു വനം മന്ത്രി AK ശശീന്ദ്രൻ എന്നുള്ള വിവരം പുറത്തുവരുന്നു. ഇനി ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത, ദൌത്യസംഘം കടുവയ്ക്ക് അരികിലെത്തുന്നു എന്നുള്ള വാർത്ത ലഭിക്കുന്നു. കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? തീർച്ചയായും ഏറ്റവും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. വീണ്ടും കടുവയെ ദൌത്യസംഘം കണ്ടിരിക്കുന്നു എന്നതാണ്. രാവിലെ ദൌത്യസേനാംഗത്തിന് പരിക്ക് പറ്റിയ സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് കടുവയുടെ സാന്നിധ്യം ഉള്ളത്. RRT സംഘങ്ങൾ ഇപ്പോൾ കാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. നേരത്തെ 3 വാഹനങ്ങളിലായി ആളുകൾ പുറപ്പെട്ടിരിക്കുന്നു. മറ്റു ചില സ്ഥലങ്ങളിൽ കൂടെയുള്ള ദൌത്യസേനാംഗങ്ങളോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിരിക്കുന്നു. താറാട്ട് മേഖലയിൽ രാവിലെ ദൌത്യസേനാ അംഗത്തിന് പരിക്ക് പറ്റിയത് ആ മേഖലയിൽ വെച്ചാണ്. അവർ കടുവയെ തെരഞ്ഞ് പോകുന്നതിനിടെയാണ് പിറകിലൂടെ വന്ന കടുവ ആക്രമിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൈക്ക് നേരിയ പരിക്കുകൾ പറ്റുകയും ചെയ്തിരുന്നു. വെടിയുതിർക്കാനുള്ള ഒരു സാഹചര്യം അവിടെ വെച്ച് ദൌത്യസംഘത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വെടി വെക്കാൻ കഴിയാതെ വന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അവിടെ അതേ സ്ഥലത്തിന് അടുത്ത് വെച്ച് തന്നെ കടുവയെ ദൌത്യസംഘങ്ങൾ നേരിട്ട് കണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമായാൽ വെടിവെക്കും എന്ന് തന്നെയാണ് മന്ത്രി അല്പസമയം മുമ്പ് പറയുകയും ചെയ്ത്. വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലേക്കാണ് മന്ത്രി എത്തിയത്. താൻ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ആ സമരത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ആദ്യം ലഭിച്ച ആ വിവരങ്ങൾ അനുസരിച്ചാണ് കാട്ടിൽ വെച്ചാണ് രാധ മരിച്ചതെന്ന് പറഞ്ഞു. എന്നീ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് വെടിവെച്ച് കൊല്ലുക എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ സർക്കാർ എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായാവാം ഇത്തരത്തിൽ ഒരു കടുവയെ, ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്ന കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ളൊരു ഉത്തരവ് ഒരു സർക്കാർ ഇറക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇനിയും ഇവിടേക്ക് തിരിച്ചു വരും. കൃത്യമായി ഇന്ന് ചെയ്ത തീരുമാനങ്ങൾ അവലോകനം ചെയ്യാനായി വീണ്ടും വരും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പഞ്ചാരക്കൊല്ലിയിലുള്ള പ്രിയദർശിനി എസ്റ്റേറ്റിലെ ആളുകൾ ഒന്നടങ്കം പുറത്തേക്ക് വീടുകൾ വിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന കാഴ്ച, അവരൊക്കെ ഈ എസ്റ്റേറ്റിന്റെ മുൻവശത്ത് തമ്പടിച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ മുഴുവൻ ആളുകളും പുറത്തേക്ക് ഇറങ്ങിയ മണിക്കൂറുകളാണ് കടന്നുപോയത്. വലിയ പ്രതിഷേധമാണ് മന്ത്രിക്ക് നേരെ ഉണ്ടായത്. മന്ത്രിക്ക് മുന്നിൽ തങ്ങളുടെ ആവലാതികൾ മുഴുവൻ പറഞ്ഞു. പോലീസ് ബലപ്രയോഗത്തിലൂടെ നാട്ടുകാരെ നീക്കിയ ശേഷമാണ് മന്ത്രിക്ക് ആ വീട്ടിലേക്ക് എത്താൻ പറ്റിയത്. എന്തായാലും വീട്ടിലെത്തി കുടുംബാംഗങ്ങളോട് അദ്ദേഹം ഉറപ്പ് നൽകിയത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലും എന്നാണ്. ഒപ്പം രാധയുടെ കുടുംബാംഗങ്ങൾക്ക് മകന് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ആ വീട്ടിൽ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷമാണ് മന്ത്രി മടങ്ങിയത്. മന്ത്രി പ്രതിഷേധങ്ങൾ വരുന്ന സാഹചര്യത്തിൽ നാട്ടുകാരുമായി, അവരുടെ പ്രതിനിധികളുമായി, പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുമായൊക്കെ ചർച്ച നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം ബേസ് ക്യാമ്പിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടു പോയിരിക്കുന്നത്. എന്തായാലും മന്ത്രി നിലപാടുകൾ മാറ്റിയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് വലിയൊരു അളവ് വരെ കുറവ് ഉണ്ടായിരിക്കുന്നു. തിരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് നേരെ പ്രതിഷേധിക്കാൻ ജനങ്ങൾ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അവരുടെ പരാതികൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു എന്ന ഒരു നിലപാടിലേക്ക് നാട്ടുകാർ എത്തുന്ന കാഴ്ച കണ്ടുകഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് ആവശ്യം ഈ കടുവയെ പിടികൂടുക എന്നതാണ്. നരഭോജി കടുവയെ വെടിവെച്ച് വീഴ്ത്തുക എന്ന ഒറ്റ കാര്യമാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിലേക്ക് ആളുകൾ നീങ്ങുന്നു. കടുവ ഇപ്പോൾ വനംവകുപ്പിന്റെ റഡാറിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അല്പസമയത്തിനകം ഒരുപക്ഷെ സാഹചര്യങ്ങൾ അനുകൂലമായാൽ ഒരു ഓപ്പറേഷനിലേക്ക് കടക്കും. ഒരു വെടിവെക്കാനുള്ള ഉത്തരവും അതിലൊരു വ്യക്തതയും ഒക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. അതുകൊണ്ട് അല്പസമയത്തിനകം അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.